ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാൻ ആഭ്യന്തര അന്വേഷണ സമിതി ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കും. ഫോൺ രേഖകളുടെ വിശദാംശങ്ങൾ തേടും. നോട്ട് കത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിൽ കൊളീജിയത്തിൽ ഭിന്നാഭിപ്രായം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സംസ്ഥാന കൗൺസിൽ യോഗം 11 മണിക്ക്. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 43-ാം ദിവസം. നിരാഹാര സമരം ഇന്ന് 5-ാം ദിവസം. സമരവേദിയിൽ ഇന്ന് കൂട്ട ഉപവാസം. ലഹരി വിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കളമശ്ശേരി കഞ്ചാവ് കേസിൽ പണം നൽകിയവർ പ്രതികളാവില്ല. പണം നൽകിയവരെ സാക്ഷികളാക്കും. സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. വേനൽ മഴ 98% അധികം പെയ്തുവെന്ന് കാലാവസ്ഥാ കേന്ദ്രം. കനത്ത ചൂട് തുടരും. ഗാസയിൽ മരണം 1,00,000 കടന്നു. വ്യാപക ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ഗാസയിൽ കൂട്ടപ്പലായനം. ആക്രമണം വേദനിപ്പിക്കുന്നതായും ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും മാർപ്പാപ്പ. കണ്ണൂർ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതികൾ CPM പ്രവർത്തകർ. 9 പ്രതികളും കുറ്റക്കാർ. IPL-ൽ പുത്തൻ താരോദയമായി മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. സ്വപ്നതുല്യ അരങ്ങേറ്റത്തിന്റെ സന്തോഷത്തിൽ കുടുംബം. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും.